നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. 2025 ആ ഒരു വർഷം തുടങ്ങിയ മുതൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഓരോ തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. രക്തം മരവിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 10ാം ക്ലാസ്സുകാരന്റെ മരണം, 10ാം ക്ലാസ്സുകാരനെ അടിച്ചു കൊന്ന ആ വാർത്തയിലാണ്. അതിനു മുൻപൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോഴും ചർച്ച ചെയ്യുന്നതും ഇപ്പോഴും ദുരൂഹതകൾ നിറഞ്ഞതുമായിട്ടുള്ള എങ്ങനെ ഈ കുട്ടി കഴിഞ്ഞു എന്നതുമായിട്ടുള്ള ചർച്ചകൾ നോക്കുമ്പോൾ അഫ്വാൻ എന്ന 23 വയസ്സുകാരന്റെ കേസ് എവിടം വരെ എത്തിയെന്ന ചോദ്യമുണ്ട്. ഓരോ ദിവസവും അതിനിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്, ഈ അഫ്വാൻ ഉമ്മുമ്മയെ കൊന്നത് ആ മാല കവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. ആ മാല കവർന്നതിന് ശേഷം അഫ്വാൻ പണയം വെച്ച് 75,000 രൂപ കൈക്കലാക്കിയതിനു ശേഷം CDM വഴി പണം തന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതിന് ശേഷം അതിൽ നിന്ന് 40,000 രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തത് ആർക്കു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ ഇതാ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. നിർണായക വിവരം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദിവസവും 10,000 രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകാർക്ക് നൽകേണ്ട വിധത്തിൽ കടക്കെണിയിലായിരുന്നു അഫ്വാൻ എന്നുള്ളതാണ്. പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിൽ ഏറെയും. പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചത് 40,000 രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമാണ് അഫ്വാൻ പലർക്കും ഗൂഗിൾ പേ വഴി അയച്ചതെന്നാണ് കണ്ടെത്തിയത്. പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റും ഉൾപ്പെടുന്നുണ്ട്. കടബാധ്യത സംബന്ധിച്ച് അഫ്വാന്റെ പിതാവും അഫ്വാനും 2 മൊഴികളാണ് പറയുന്നത്. അഫ്വാന്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീം നൽകിയ വിവരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടിൽ ഇതുവരെയും ഒരു വ്യക്തത വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതേസമയം പ്രതി അഫ്വാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മാറ്റി. ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി മനസ്സിലാകുന്നത്, അഫ്വാൻ താൻ സ്വയം ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കി എന്നുള്ള വിവരം വരുന്നുണ്ട്. കാരണം ഈ കൂട്ട ആത്മഹത്യക്ക് തിരിഞ്ഞ അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യക്ക് തയ്യാറായിരുന്ന അഫ്വാനും അഫ്വാന്റെ കുടുംബവും മരണഭയത്തെ മുന്നിൽ കാണാത്ത ഒരു വ്യക്തി കൂടിയാണ് അഫ്വാൻ എന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ബാക്കി എല്ലാവരെയും കൊന്നതിന് ശേഷം, അവരെല്ലാവരെയും ഈ ലോകത്ത് നിന്ന് പറഞ്ഞതിന് ശേഷം താനും മരിക്കും, ഞാനും മരിക്കും സാറേ എന്നുള്ളൊരു വാക്ക് അഫ്വാന്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അഫ്വാന് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. മറ്റ് കടുങ്കായി ഒന്നും അഫ്വാൻ സെല്ലിനകത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നിരീക്ഷണത്തിലുമാണ്. കയ്യും കാലും സെല്ലിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ അഫ്വാൻ കിടന്നിരുന്നത്. ഇപ്പോഴും പ്രത്യേക നിരീക്ഷണം അഫ്വാന് മേലുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അഫ്വാന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജയിലിലേക്ക് മാറ്റിയതും ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 7 ദിവസമായി അഫ്വാൻ ചികിത്സയിലായിരുന്നു. 8ാം ദിവസമാണ് ജയിലിലേക്ക് മാറ്റിയത്. അഫ്വാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വെഞ്ഞാറമൂട് പോലീസും പാങ്ങോട് പോലീസും ഇനി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അഫ്വാനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അഫ്വാൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആരൊക്കെയാണ് പണം നൽകിയത്, എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് കുടുംബം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫ്വാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഇന്ന് പോലീസ് കോടതിയെ സമീപിക്കും. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുക. കേസിൽ പ്രതി 14 ദിവസത്തെ റിമാൻഡിലാണുള്ളത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കേസുകളിൽ വെവ്വേറെ തെളിവെടുപ്പ് നടത്തണം. തെളിവെടുപ്പ് നടത്തുമ്പോൾ കനത്ത സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരും. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്യാൻ അഫ്വാൻ എലിവിഷം കഴിച്ചിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാൾ കസ്റ്റഡിയിലും സെല്ലിലും ഇയാൾ ആത്മഹത്യക്ക് ശ്രമം നടത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല, അഫ്വാന്റെ വേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഷർട്ടും ഒരു ലുങ്കിയുമാണ് ഉടുത്തിരുന്നത്. അതും ഏറെ ഭയപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും തെളിവെടുപ്പിനായി അഫ്വാൻ വരും. ഇനി അഫ്വാന്റെ പലതരത്തിലുള്ള നാടകങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും അഫ്വാന്റെ നാടകങ്ങൾ നടത്തും, സെല്ലിനകത്ത് നടത്തുമോ എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. തുടർന്ന് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് ചികിത്സയിൽ കഴിഞ്ഞത്. ശനിയാഴ്ച അഫ്വാനെ ജയിലിലേക്ക് മാറ്റാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രക്തത്തിലെ പ്ലേലറ്റുകളുടെ എണ്ണം കുറഞ്ഞത് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിയ
ഇന്നലെ ഉച്ചയോടെ അഫ്ഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നാലെ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ചൊവ്വാഴ്ച 2 മണിയോടെ ജയിൽ വകുപ്പിനുള്ളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തുകയും ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. 3 ഇടങ്ങളിലായാണ് അഫ്ഫാൻ 5 കൊലപാതകങ്ങൾ നടത്തിയത്. അതിനാൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവയിലെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.